ഹായ് ഫ്രണ്ട്സ്, നമ്മുടെ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ വീഡിയോയിലൂടെ പറയാം, ഇത് സെൻ എസ്റ്റിലോ ആണ് വണ്ടി. അപ്പോൾ ഇതിന്റെ കംപ്ലൈന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, കസ്റ്റമർ കംപ്ലൈന്റ് എന്ന് പറഞ്ഞാൽ വണ്ടിക്ക് തീരെ വലിവില്ല, കയറ്റം കയറാനുള്ള ബുദ്ധിമുട്ട്, ഓവർടേക്ക് ചെയ്യാനുള്ള പാട്, ഇതൊക്കെയാണ് വണ്ടിയുടെ കംപ്ലൈന്റ്. അപ്പോൾ നമ്മൾ കാല് കൊടുത്ത് വണ്ടി അങ്ങോട്ട് സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് ഇങ്ങനെ ഒരു തുള്ളൽ, ഒരു പത്താന്നുള്ള ഒരു തുള്ളൽ കയറിയിട്ടാണ് വണ്ടി കയറുന്നത്. അതുപോലെ തന്നെ പെട്ടെന്ന് ആക്സിഡന്റ് നമ്മൾ നല്ല രീതിയിൽ റോട്ടിൽ കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു ശകലം വരെ കഴിഞ്ഞിട്ട് പിന്നെ വണ്ടി കയറുന്ന ഒരു പ്രവണതയും കാണിക്കുന്നുണ്ട്. അപ്പൊ അതെന്താണ് കംപ്ലൈന്റ് നോക്കാം. നമുക്ക് ഇത് വണ്ടി ഒന്ന് ആദ്യം ഒന്ന് സ്റ്റാർട്ട് ചെയ്ത് നോക്കാം. നമുക്കിപ്പോ വണ്ടി ഒന്ന് സ്റ്റാർട്ട് ചെയ്ത് നോക്കാം. ഒന്ന് സ്റ്റാർട്ട് ചെയ്തേ. നമ്മളിപ്പോ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ എഞ്ചിൻ ആ ഒരു RPM റേസ് കിട്ടുന്നുണ്ട്, അതുപോലെ തന്നെ ഇപ്പോ ഡൗണും ആവുന്നുണ്ട്. പക്ഷെ എഞ്ചിൻ നോക്കുന്ന സമയത്ത് നല്ല രീതിയിലുള്ള ഒരു വൈബ്രേഷൻ നമുക്കിപ്പോ കാണാനായിട്ട് സാധിക്കും. ഈ ഭാഗത്തോട്ട് നോക്കി കഴിഞ്ഞാൽ നല്ല രീതിയിൽ എഞ്ചിൻ വൈബ്രേറ്റ് ചെയ്യുന്നുണ്ട്. വണ്ടി ഇങ്ങനെ വീഡിയോയിൽ കറക്റ്റ് കിട്ടുമോ അറിയത്തില്ല. എഞ്ചിൻ ഇങ്ങനെ തെക്ക് എന്നും പറഞ്ഞുകൊണ്ട് നല്ല രീതിയിലുള്ള വൈബ്രേഷൻ കിട്ടുന്നുണ്ട്. അപ്പൊ നമുക്ക് ഇത് അറിയാനായിട്ട്, കറക്റ്റ് അറിയാനായിട്ട് നമുക്ക് സൈലൻസറിന്റെ ഭാഗത്തുനിന്ന് പോയി നോക്കാം. ഇപ്പോ സൈലൻസറിന്റെ ഭാഗത്ത് വന്നിട്ടുണ്ട്. അപ്പൊ സൈലൻസറിന്റെ ഭാഗത്ത് സൈലൻസറിന്റെ ആ ഒരു ലാസ്റ്റിലെ ടിപ്പ് കിടന്ന് ഇങ്ങനെ ആടുന്ന കാണാം. അതുപോലെ തന്നെ നമ്മൾ കൈ ഇങ്ങനെ കൊണ്ട് വെക്കുമ്പോ റേസ് ചെയ്യണ്ട നല്ല രീതിയിലുള്ള സൗണ്ട് ആണ് കേൾക്കുന്നത്. സൗണ്ട് കറക്റ്റ് കിട്ടുമോന്ന് അറിയില്ല. നല്ല രീതിയിൽ ടക്ക് 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 ഈ സൈലൻസറിന്റെ ഭാഗത്ത് നിന്ന് സൗണ്ട് കേൾക്കുന്നുണ്ട്. മീൻസ് അതിനർത്ഥം ഈ ഒരു സിലിണ്ടർ വർക്ക് ചെയ്യുന്നില്ല. ചിലപ്പോൾ അത് ഇഗ്നേറ്റർ ആവാം, അല്ലെന്നുണ്ടെങ്കിൽ പ്ലഗ് ആവാം, അല്ലെന്നുണ്ടെങ്കിൽ ഇഞ്ചക്ടർ ആവാം, അല്ലെന്നുണ്ടെങ്കിൽ ഏതെങ്കിലും ഒരു സിലിണ്ടറിലോട്ട് വരുന്നതിന്റെ കണക്ഷൻ എന്തെങ്കിലും പ്രശ്നം കാണാം. അപ്പൊ അതിന് വേണ്ടിയിട്ട് നമുക്ക് ആദ്യം ഇതിന്റെ ഇഗ്നേറ്റർ ഒന്ന് അയച്ചിട്ട് അതിന്റെ പ്ലഗ് കാര്യങ്ങളൊക്കെ നോക്കാം. അതിനുവേണ്ടി നമുക്ക് ഇതിന്റെ എയർ ഫിൽറ്ററിന്റെ ബോഡി ഇങ്ങോട്ട് അയച്ചെടുക്കാം. നമുക്ക് ഇതിന്റെ എയർ ഫിൽറ്റർ അയക്കാനായിട്ട് ഇതിന്റെ ആക്സിലേറ്ററിന്റെ കേപ്പിന്റെ വരുന്ന ഭാഗമാണ്, അതൊന്ന് പിടിക്കാം. അതിനുശേഷം ഈ എയർ ഫിൽറ്റർ വരുന്ന ബോഡിയിൽ ത്രോട്ടിലോട്ട് പോകുന്ന ആ ക്ലിപ്പ് ഒന്ന് ലൂസ് ചെയ്ത് വിടാം. അതിനുശേഷം നമ്മൾ പ്രധാനമായിട്ട് നോക്കേണ്ടത് ഇതിന്റെ സ്റ്റിക്ക് ഊരി മാറ്റുക എന്നുള്ളത്. ഇല്ലെന്നുണ്ടെങ്കിൽ നമ്മളിപ്പോൾ ഇതിങ്ങോട്ട് വലിക്കുന്ന സമയത്ത് ഇത് ഇവിടെ മുട്ടാൻ തുടങ്ങും. മുട്ടിക്കഴിഞ്ഞാൽ ഇതിങ്ങനെ ഒടിഞ്ഞു പോകാനുള്ള, ഈ ഭാഗത്തുനിന്ന് ഇത് പ്ലാസ്റ്റിക് ആണ്, ഒടിഞ്ഞു പോകാനുള്ള ചാൻസ് കൂടുതലാണ്. അപ്പോൾ അതൊരു കാര്യം, ഈ ബോഡി ഫിറ്റ് ചെയ്യുമ്പോഴും അഴിക്കുമ്പോഴും ഈ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക. നമ്മളിതിപ്പോൾ ഇങ്ങോട്ട് മാറ്റി വെക്കുന്നുണ്ട്. ഇനി നമുക്ക് എയർ ഫിൽറ്ററിന്റെ ബോഡി നമുക്ക് പൊക്കിയെടുക്കാം. അതിന് മുന്നായിട്ട് ഇവിടെ വരുന്ന ആ ഓസ് ഒന്ന് വിടിയിക്കാം. ജസ്റ്റ് ഇത് മേലോട്ട് പൊക്കി കഴിഞ്ഞാൽ നമുക്ക് സിമ്പിൾ ആയിട്ട് പൊക്കിയെടുക്കാനായിട്ട് സാധിക്കും. നമ്മളിങ്ങനെ അനക്കുന്ന സമയത്ത് ഈ സ്റ്റിക്ക്, അതാണ് പറയുന്നത്, ഈ സ്റ്റിക്കിന്റെ ഈ ഭാഗം വന്നു കഴിഞ്ഞാൽ ഇത് ഉടക്കിയിട്ട് പൊട്ടിപ്പോകാനുള്ള ചാൻസ് കൂടുതലാണ്. അപ്പൊ അതുകൊണ്ട് ഈ സ്റ്റിക്ക് ഊരി വെക്കാൻ ആദ്യമേ നമ്മൾ ശ്രദ്ധിക്കണം. ഇനി നമുക്ക് ഇനി ഊരിയെടുക്കാം. ഇനി നമുക്ക് അയക്കേണ്ടത് ഇതിന്റെ പ്ലഗ് ആണ്. ഇതാണ് ഇതിന്റെ ഇഗ്നേറ്റർ വരുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്ക് ഇതിന്റെ ക്ലിപ്പ് ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്യുക, ഊരുക. ഈ സൈഡിൽ ഒന്ന് പ്രസ് ചെയ്തിട്ട് ഊരാം. ഇനി നമുക്ക് 10 T ഉപയോഗിച്ചിട്ട് ഇതിന്റെ മുകളിൽ കാണുന്ന, ഇഗ്നേറ്ററിന്റെ മുകളിൽ കാണുന്ന 3 ബോൾട്ടും അഴിച്ചെടുക്കാം. നമ്മളിപ്പോൾ ഈ 3 ബോൾട്ടും ലൂസ് ചെയ്തിട്ടുണ്ട്. ഒരേ നീളത്തിലുള്ള ബോൾട്ടുകളായിരിക്കും ഈ ഇഗ്നേറ്ററിന് വരുന്നത്. നമുക്ക് ഇഗ്നേറ്ററിങ് പൊക്കിയെടുക്കാം. ജസ്റ്റ് പൊക്കി കഴിഞ്ഞാൽ ഇഗ്നേറ്റർ നമുക്ക് സിമ്പിൾ ആയിട്ട് ഊരിയെടുക്കാനായിട്ട് സാധിക്കും. ഇത് ഫസ്റ്റ് സിലിണ്ടർ ആണ്, ഇത് സെക്കൻഡ്, ഇത് തേർഡ്. അപ്പോൾ നമുക്ക് ഇതിനകത്ത് ഒരു കാര്യം മനസ്സിലാക്കാൻ പറ്റുന്നത്, ഈ തേർഡ് സിലിണ്ടറിൽ അകത്തോട്ട് നോക്കിക്കഴിഞ്ഞാൽ ഫുള്ള് കരി പിടിച്ചിരിക്കുന്ന ഒരു അവസ്ഥ നമുക്ക് കാണാനായിട്ട് സാധിക്കും. അപ്പോൾ ഇത് തന്നെയാണോ എന്ന് കംപ്ലൈന്റ്, അതായത് നമുക്ക് ഈ പ്ലഗിനകത്തോട്ട് നോക്കിക്കഴിഞ്ഞാൽ അത് കറക്റ്റ് ആയിട്ട് കാണാനായിട്ട് സാധിക്കും. ഇതിനകത്ത് പൂപ്പൽ പിടിച്ചിരിക്കുന്നത് കാണാം. പക്ഷേ ഇതിൽ നോക്കുമ്പോൾ കുഴപ്പമില്ല. 1ലും 2ലും നോക്കുമ്പോൾ വേറെ കുഴപ്പങ്ങളോ കാര്യമില്ല. പക്ഷെ 3ാമത്തേൽ നോക്കുന്ന സമയത്ത് ഈ പ്ലഗിന്റെ മണ്ടയ്ക്കും ആ ഒരു പൂപ്പൽ നല്ല രീതിയിൽ പിടിച്ച് ഇരിപ്പുണ്ട്. ഇത് നോക്കുമ്പോൾ നല്ല ക്ലിയർ ആയിട്ടാണ് ഇരിക്കുന്നത്. ഇത് നല്ല ക്ലിയർ ആയിട്ടാണ്, 1ഉം 2ഉം നല്ല ക്ലിയർ ആണ്. പക്ഷെ 3ാമത്തേതിൽ പൂപ്പൽ പോലെ പിടിച്ചിരിപ്പുണ്ട്. അപ്പോൾ ഈ ഇഗ്നേറ്ററിനകത്തോട്ട് നോക്കിക്കഴിഞ്ഞാലും അത് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. അപ്പോൾ ഈ കംപ്ലൈന്റ് ഈ ഇഗ്നേറ്റർ ആണോ എന്നറിയാൻ വേണ്ടിയിട്ട് നമുക്ക് ഈ ഇഗ്നേറ്റർ ഇട്ടിട്ട് ഓരോ സോക്കറ്റ് ഊരി വിട്ട് കഴിഞ്ഞാൽ കറക്റ്റ് ആയിട്ട് അത് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. നമുക്കതൊന്ന് നോക്കാം. നമ്മളിപ്പോൾ ഇതിന്റെ സോക്കറ്റ് കൊടുത്തിട്ടുണ്ട്. അതേ കിടന്ന പോലെ തന്നെയാണ് നമ്മളിപ്പോൾ ഇഗ്നേറ്റർ ഇട്ടേക്കുന്നത്. ഇനി നമുക്ക് വണ്ടി ഒന്ന് സ്റ്റാർട്ട് ചെയ്ത് നോക്കാം.
നമ്മളിപ്പോ വണ്ടി സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് ഓരോ ഇഗ്നേറ്ററും അയച്ചിട്ട് എഞ്ചിന്റെ ആ ഒരു വൈബ്രേഷൻ നമുക്കൊന്ന് നോക്കാം. ഫസ്റ്റ് ഇഗ്നേറ്റർ നമ്മൾ യൂസ് ചെയ്യുമ്പോൾ എഞ്ചിൻ നല്ല രീതിയിലുള്ള വൈബ്രേഷൻ ഉണ്ട്. അത് കൊടുക്കുന്ന സമയത്ത് ആ വൈബ്രേഷന് ആ ഒരു വേരിയേഷൻ വരുന്നതുകൊണ്ട്. അപ്പോൾ രണ്ടാമത്തെ ഊരി നോക്കാം. രണ്ടാമത്തെ ഊരി നോക്കുമ്പോൾ എഞ്ചിൻ നല്ല രീതിയിൽ വൈബ്രേറ്റ് ചെയ്യുന്നുണ്ട്. കൊടുക്കുന്ന സമയത്ത് ആ ഒരു വൈബ്രേഷൻ മാറുന്നുണ്ട്. അപ്പൊ ഇനി മൂന്നാമത്തേത് നമുക്ക് ഊരി നോക്കാം. മൂന്നാമത്തേത് ഊരുന്ന സമയത്ത് നമുക്ക് വേറെ ഒരു വൈബ്രേഷനോ കാര്യങ്ങളോ ഒന്നും കാണിക്കുന്നില്ല. കൊടുക്കുന്ന സമയത്തും ആ ഒരു ഫീല് കിട്ടുന്നില്ല. അപ്പോൾ ഈ മൂന്നാമത്തെ ഇഗ്നേറ്ററും അതുപോലെ തന്നെ മൂന്നാമത്തെ പ്ലഗും നമുക്ക് മാറണം. പ്ലഗ് മൊത്തം മൂന്നും മാറണം. എന്തായാലും നമുക്ക് ആ ഇഗ്നേറ്റർ ഒന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം. ഇപ്പോൾ ഇത് അയച്ചിട്ടുണ്ട്. 1, 2 ഇത് രണ്ടും. ഇതിന് വേറെ പ്രശ്നങ്ങളോ കാര്യങ്ങളോ ഒന്നും ഇല്ല. ഇതിനകത്ത് പൂപ്പലോ കാര്യങ്ങളോ ഒന്നും കാണിക്കുന്നില്ല. 1, 2 വേറെ പ്രശ്നങ്ങൾ കാണിക്കുന്നില്ല. ഈ മൂന്നാമത്തേലാണ് ഈ പ്രശ്നം കാണിക്കുന്നത്. അപ്പോൾ നമുക്ക് ഇത് എന്തായാലും ഒന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം എന്ത് കണ്ടീഷൻ. ഇതിന്റെ സ്പ്രിംഗ് ഒക്കെ കറക്റ്റ് രീതിയിലല്ല ഇരിക്കുന്നത്. അതുപോലെ തന്നെ പ്ലഗും കറക്റ്റിലല്ല ഇരിക്കുന്നത്. അപ്പോൾ പ്ലഗ് നമുക്ക് 3 അയച്ചെടുക്കാം. നമ്മളിപ്പോൾ 3 ഇഗ്നേറ്ററും 3 പ്ലഗും അയച്ചെടുത്തിട്ടുണ്ട്. ഇത് ഫസ്റ്റ്, സെക്കൻഡ് സിലിണ്ടർ, ഇത് തേർഡ് സിലിണ്ടർ. അപ്പോൾ ഈ സിലിണ്ടറിനാണ് നമ്മളത് കണ്ടത്. ഇതിന്റെ ടിപ്പ് നോക്കിയാൽ മനസ്സിലാവും ഇതും തമ്മിലുള്ള വ്യത്യാസം. ഇതിനകത്ത് കറക്റ്റ് സ്പാർക്ക് വരുന്നില്ല. അതുകൊണ്ടാണ് ഈ ഒരു സിലിണ്ടർ വർക്ക് ചെയ്യാതെ എഞ്ചിൻ കിടന്ന് മിസ്സിങ് കാണിക്കുന്നത്, വലിയ വ്യത്യാസവും വരുന്നത്. അപ്പോൾ ഇതിനകത്തോട്ട് ഇത് നോക്കിക്കഴിഞ്ഞാൽ വലിയ പ്രശ്നങ്ങളോ കാര്യങ്ങളോ ഒന്നുമില്ല. പക്ഷെ പ്ലഗ് എന്തായാലും നമുക്ക് 3 മാറേണ്ടതായിട്ടുണ്ട്. അപ്പൊ ഈ ഇഗ്നേറ്ററിനാണ് ഈ പ്രശ്നം കാണിച്ചത്. ഈ പൂപ്പൽ കാണിച്ച ഇഗ്നേറ്ററിനാണ്, ഈ മൂന്നാമത്തെ സിലിണ്ടറിനാണ് പ്രശ്നം. ഇത് നമുക്ക് ജസ്റ്റ് ഒന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം. ഓപ്പൺ ചെയ്യുമ്പോൾ ഫുള്ളായിട്ട് അഴുക്ക് പിടിച്ച് ഇരിക്കുകയാണ്. ഇതിനകത്ത് ഫുള്ള് നോക്കിയാൽ, ഇതിനകത്തോട്ട് നോക്കിയാൽ മനസ്സിലാവും ഫുള്ളായിട്ട് കറക്റ്റ് കറണ്ട് ഇതിനകത്ത് പാസേ ആവുന്നില്ല. അപ്പോൾ നമുക്ക് പ്ലഗ് 3 എന്തായാലും നമുക്ക് മാറണം. അപ്പൊ ഇഗ്നേറ്റർ നമുക്ക് മാറേണ്ടതായിട്ടുണ്ട്. ആദ്യം നമുക്ക് ഈ ഭാഗം നല്ലപോലെ ഒന്ന് ക്ലീൻ ചെയ്തിട്ട് വണ്ടിയിലിട്ടിട്ട് ഒന്ന് സ്റ്റാർട്ട് ചെയ്ത് നോക്കാം. അതുപോലെ തന്നെ ബാക്കിയുള്ള ഇഗ്നേറ്റർ നമുക്കൊന്ന് ഫുള്ളായിട്ട് ക്ലീൻ ചെയ്യാം. കാരണം ഇതിനകത്ത് ഒരെണ്ണം സ്പ്രിങ് കറക്റ്റായിട്ടല്ല കിടക്കുന്നത്. അതുപോലെ തന്നെ ഒരെണ്ണം സ്പ്രിങ് കറക്റ്റ് ആണ്, എന്നാലും നമുക്ക് അതൊന്ന് അഴിച്ച് ക്ലീൻ ചെയ്യാം. കാരണം ഇതേപോലെ ചെറിയ പൂപ്പലുണ്ടോ എന്ന് നോക്കാം. ഇതിനകത്ത് നമ്മൾ നോക്കിയാൽ നല്ല കട്ടിക്ക് അഴുക്ക് പിടിച്ചിരിക്കുന്ന നല്ല രീതിയിൽ കാണാനായിട്ട് സാധിക്കും. നല്ല കട്ടിക്കുണ്ട്. അപ്പൊ എന്തായാലും നമുക്ക് ഇത് ക്ലീൻ ചെയ്യാം. അതുപോലെ തന്നെ പ്ലഗ് നമുക്കൊന്ന് മാറ്റിവിടാം. നമ്മളിപ്പോൾ 3 പ്ലഗും പുതിയത് വാങ്ങിയിട്ടുണ്ട്. ഇതാണ് ഇതിൻ്റെ പഴയ പ്ലഗ് വരുന്നത്. അതുപോലെ തന്നെ ഇഗ്നേറ്റർ നമ്മൾ ഫുള്ളായിട്ട് ക്ലീൻ ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇതിനകത്തെ പൂപ്പലും കാര്യങ്ങളെല്ലാം പോയിട്ടുണ്ട്. ഓൾറെഡി 2 എണ്ണത്തിന് ചെറിയൊരു പ്രശ്നം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അത് നമ്മൾ ബാക്കിയുള്ള അഴുക്കും കാര്യങ്ങളെല്ലാം എടുത്ത് കളഞ്ഞിട്ടുണ്ട്. അതുപോലെ തന്നെ സ്പ്രിങ്ങും കാര്യങ്ങളെല്ലാം നമ്മൾ ഫുള്ളായിട്ട് ക്ലീൻ ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് ഫിറ്റ് ചെയ്യാം. ഫിറ്റ് ചെയ്യാനായിട്ട് ജസ്റ്റ് ഈ സ്പ്രിങ്ങിൽ സ്പ്രിങ് കറക്റ്റായിട്ട് സെൻറ്ററായിട്ട് കറക്റ്റ് കയറ്റി വെക്കുക. ജസ്റ്റ് ഇതിങ്ങനെ ഇട്ട് പ്രസ് ചെയ്ത് വിടുക. ഓക്കെ. അപ്പോൾ ഇതിൻ്റെ 3 ഇഗ്നേറ്ററും ഫിറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് വണ്ടിയിൽ ഫിറ്റ് ചെയ്യാം. നമ്മൾ ഓൾറെഡി ഇപ്പോൾ പ്ലഗ് പുതിയത് മാറിയിട്ടുണ്ട്. നമ്മളിപ്പോൾ 3 പുതിയ പ്ലഗ് ഫിറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇഗ്നേറ്റർ ഫിറ്റ് ചെയ്യാം. ഈ സോക്കറ്റും കാര്യങ്ങളൊക്കെ കൊടുക്കാം. ബോൾട്ട് ഇട്ട് നമുക്ക് ഫുൾ ടൈറ്റ് ചെയ്ത് വെക്കാം. നമ്മളിപ്പോൾ ഇതിന്റെ ഫിറ്റിങ്സും കാര്യങ്ങളും എല്ലാം കഴിഞ്ഞിട്ടുണ്ട്. ഇഗ്നേറ്ററിന്റെ കണക്ട് കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ നമ്മൾ 3 ബോൾട്ടും ടൈറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് വണ്ടി ഒന്ന് സ്റ്റാർട്ട് ചെയ്തേ. അപ്പോൾ നമ്മൾ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ISC റേസ് ആവുന്നുണ്ട്. ഓട്ടോമാറ്റിക്കായിട്ട് അത് താഴ്ന്ന് വരികയും ചെയ്യുന്നുണ്ട്. പക്ഷെ ഇപ്പോൾ നമ്മൾ നോക്കുമ്പോൾ ആ നേരത്തെ കണ്ട ആ ഒരു എഞ്ചിൻ വൈബ്രേഷനോ കാര്യങ്ങളോ ഒന്നും ഇപ്പോൾ ഇല്ല. നോക്കിയാലേ മനസ്സിലാവും. ഇപ്പോൾ വണ്ടി സ്റ്റാർട്ടിങ്ങിലാണ്. നമുക്ക് സൈലൻസറിന്റെ ഭാഗത്തുനിന്ന് പോയി നോക്കാം. അപ്പോൾ നമ്മൾ സൈലൻസറിന്റെ ഭാഗത്ത് വന്നിട്ടുണ്ട്. നേരത്തെ നമ്മൾ കൈ ഇങ്ങനെ വെക്കുന്ന സമയത്ത് കട്ടന്നുള്ള അടിയായിരുന്നു. ഇപ്പൊ നമ്മൾ കൈ ഇത്ര വെച്ചാൽ പോലും ആ ഒരു സൗണ്ടോ ആ വിട്ട് എയർ അടിക്കുന്ന സൗണ്ടോ കാര്യങ്ങളോ ഒന്നും ഇപ്പോൾ ഇല്ല. നോർമൽ സൗണ്ട് തന്നെയാണ് വരുന്നത്. നമുക്ക് കൈവച്ച് നോക്കിക്കഴിഞ്ഞാൽ വേറെ പ്രശ്നങ്ങളോ കാര്യങ്ങളോ ഒന്നും ഇല്ല. ഓക്കെ. നമ്മളിപ്പോൾ വണ്ടി സ്റ്റാർട്ട് ചെയ്ത സമയത്ത് വേറെ ആ ഒരു കുലുക്കോ കാര്യങ്ങളോ ഒന്നും ഇല്ല. മീൻസ് നമ്മൾ ഇത് കണ്ടാണ്. ഇനി നമുക്ക് ഇതിന്റെ എയർ ഫിൽറ്ററും കാര്യങ്ങളും ഫിറ്റ് ചെയ്യാം. എയർ ഫിൽറ്റർ താഴെ പോയി ബോഡി ലോക്കാവുന്നത് 1, 2, 3, 4 ലോക്കിലാണ് വരുന്നത്. അതായത് ഈ ഭാഗത്ത്, അതുപോലെ തന്നെ ഇവിടെ 2 ഹോള് ഇവിടെയാണ് പോയി ലോക്കാവുന്നത്. അപ്പൊ അതിന് വേണ്ടിയിട്ട് നമുക്ക് ഇത് ഫിറ്റ് ചെയ്യാം. ജസ്റ്റ് ആദ്യം ഈ എയർ ഫിൽറ്ററിന്റെ ബോഡിയിൽ നമ്മൾ കയറ്റിയിട്ടു. ആ ക്ലിപ്പിന്റെ ഭാഗം കുറച്ച് മുകളിലോട്ട് എടുത്ത് വെക്കാം. അതിനുശേഷം നമ്മൾ ഈ താഴെ ആ ഹോളിലോട്ട് കറക്റ്റ് പ്രസ് ചെയ്ത് വെക്കുക.  1,
അതിനുശേഷം ഇത് കൊടുക്കുക. അതിനുശേഷം നമുക്ക് ഇതും കൊടുക്കാം. അതിനുശേഷം സ്റ്റിക്ക് ഇടുക. അപ്പോൾ സ്റ്റിക്ക് ഇടുമ്പോൾ ഇത് എല്ലാം ഫിറ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് ശേഷമേ ഇതിന്റെ ഓയിൽ സ്റ്റിക്ക് ഇടാവും. ഇനി നമുക്ക് ഇത് ടൈറ്റ് ചെയ്ത് വിടാം. അപ്പോൾ എയർ ഫിൽറ്ററിന്റെ ഫിറ്റിങ്സും കാര്യങ്ങളും എല്ലാം കഴിഞ്ഞിട്ടുണ്ട്. ബോൾട്ടും കാര്യങ്ങളെല്ലാം ടൈറ്റ് ചെയ്ത് ഹോസും കാര്യങ്ങളെല്ലാം കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഒന്നുകൂടെ വണ്ടി ഒന്ന് സ്റ്റാർട്ട് ചെയ്ത് നോക്കാം. ഒന്ന് സ്റ്റാർട്ട് ചെയ്തേ. ഇപ്പോൾ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ നേരത്തെ എഞ്ചിൻ നല്ല തുള്ളലുണ്ടായിരുന്നിടത്ത് ഇപ്പോൾ വേറെ മിസ്സിങ്ങോ കാര്യങ്ങളോ ഒന്നും ഇല്ല. ഓക്കെ. അപ്പോൾ ഇതിന്റെ കസ്റ്റമർ കംപ്ലൈന്റ് വണ്ടി വലിക്കുന്നില്ല, തീരെ വലിവ് കുറവ്, കയറ്റം കയറാനുള്ള പാട്, നമ്മൾ ആക്സിഡന്റ് കൊടുക്കുമ്പോൾ തൂക്കുതോന്നും പറഞ്ഞുകൊണ്ട് നിൽക്കുന്ന ഒരു അവസ്ഥ, വണ്ടി കയറാത്ത. ഫുൾ ത്രോട്ടിൽ നല്ല രീതിയിൽ ഫുൾ ത്രോട്ടിൽ കൊടുക്കുമ്പോൾ ഒരു കുറച്ച് സെക്കൻഡ് കഴിയുമ്പോഴത്തേക്ക് വണ്ടി ഒന്ന് വലിഞ്ഞു കയറുന്നുണ്ട്. ആ ഒരു അവസ്ഥയായിരുന്നു ഈ വണ്ടിക്ക് ഉണ്ടായിരുന്നത്. അപ്പോൾ നമ്മൾ അഴിച്ചു നോക്കിയ സമയത്ത് നമ്മൾ ആദ്യം വണ്ടി സ്റ്റാർട്ട് ചെയ്തിട്ട് നോക്കുമ്പോൾ എഞ്ചിൻ നല്ല രീതിയിൽ വൈബ്രേഷൻ ഉണ്ടായിരുന്നു. നമ്മൾ ബാക്കിൽ സൈലൻസറിൽ പോകുമ്പോൾ ടക്ക് 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 എന്ന് അടിക്കുന്നുണ്ടായിരുന്നു. മീൻസ് ആ ഒരു സിലിണ്ടർ വർക്ക് ആവാതെ എയർ വിട്ടുവിട്ട് അടിക്കുന്ന സൗണ്ടാണ് സൈലൻസർ. നമ്മൾ ഏതൊരു വണ്ടിക്ക്, പെട്രോൾ വണ്ടിക്കായാലും ഡീസൽ വണ്ടിക്കായാലും മിസ്സിംഗ് ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് സൈലൻസറിൽ നല്ല രീതിയിൽ അറിയാനായിട്ട് സാധിക്കും. ഒരു സിലിണ്ടറോ അല്ലെങ്കിൽ ഒന്നിൽ കൂടുതൽ സിലിണ്ടർ വർക്ക് ചെയ്യുന്നില്ലെങ്കിൽ സൈലൻസറിൽ നിന്ന് ടപ്പ് 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 എന്ന് പറഞ്ഞുകൊണ്ട് എയർ ഇങ്ങനെ വിട്ടുവിട്ട് അടിക്കുന്ന ഒരു ഫീല് കിട്ടും. അപ്പോൾ അല്ലെങ്കിൽ ഇടയ്ക്കിടയ്ക്കാണ് മിസ്സിംഗ് എന്നുണ്ടെങ്കിൽ നമ്മൾ കൈ ഇങ്ങനെ വെക്കുമ്പോൾ ഇടയ്ക്ക് ഒരു എയർ വന്നു പോകുന്ന ഒരു ഫീലും കാര്യങ്ങളും ഒക്കെ കിട്ടും. അപ്പോൾ ഇത് നമ്മൾ നോക്കിയ സമയത്ത് മൂന്നാമത്തെ ഇഗ്നേറ്ററിനകത്ത് ഫുള്ള് പൂപ്പൽ പിടിച്ചിട്ട് കറണ്ട് പാസ് ചെയ്യാത്ത ഒരു അവസ്ഥയായിരുന്നു. അതുപോലെ തന്നെ പ്ലഗും പോയതായിരുന്നു. പ്ലഗിന്റെ മണ്ടയ്ക്ക് ആ പൂപ്പലും കാര്യങ്ങളും നമ്മൾ കണ്ടാണ്. അപ്പോൾ ഇതിന്റെ ഇഗ്നേറ്റർ നമ്മൾ ക്ലീൻ ചെയ്തിട്ടേ ഉള്ളൂ. ഈ ഇഗ്നേറ്റർ മാറിയിട്ടില്ല. കാരണം ഇഗ്നേറ്ററിന് വേറെ പൊട്ടലോ കാര്യങ്ങളോ ഒന്നും മെയിൻ ആയിട്ടുള്ളത് കാണുന്നില്ല. അപ്പോൾ ക്ലീൻ ചെയ്ത കൂട്ടത്തിൽ ക്ലീൻ ചെയ്ത് കഴിഞ്ഞപ്പോഴത്തേക്ക് അത് ഏകദേശം ക്ലിയർ ആയിട്ട് തന്നെ ഇരിപ്പുണ്ട്. ഇനി എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ ഇഗ്നേറ്റർ നമുക്ക് മാറേണ്ടതായിട്ട് വരും. പക്ഷേ ഇപ്പോൾ നിലവിൽ ഇഗ്നേറ്ററിന് വേറെ പ്രശ്നങ്ങളോ കാര്യങ്ങളൊന്നുമില്ല. പ്ലഗ് മാത്രമേ നമ്മൾ മാറ്റിയിട്ടുള്ളൂ. അപ്പോൾ അതുപോലെ തന്നെ നമ്മളൊരു 20,000 കിലോമീറ്റർ ഒക്കെ കഴിയുമ്പോഴത്തേക്ക് ഇതിന്റെ പ്ലഗ് മാറുന്ന അവസരത്തിൽ ഇതിന്റെ ഇഗ്നേറ്ററോട് അഴിച്ച് ക്ലീൻ ചെയ്യുക. കാരണം ഇഗ്നേറ്ററിനകത്ത് ഈ പൂപ്പൽ പോലെ വരുന്ന പൊടി കറക്റ്റായിട്ട് ക്ലീൻ ചെയ്ത് കഴിഞ്ഞു കഴിഞ്ഞാൽ ഇഗ്നേറ്ററിൽ കുറേ കാലം ഒരു പ്രശ്നവും ഇല്ലാതെ നിൽക്കും. അപ്പോൾ ഇതിനെ സംബന്ധിച്ചുള്ള ഇനിയും കുറേ പൂപ്പൽ കയറി കഴിയുമ്പോഴത്തേക്ക് നമുക്ക് കപ്പ് ഊരാൻ പറ്റാത്ത അവസ്ഥ വരും. അവിടെ കൊണ്ട് ഒടിഞ്ഞു പോകുന്ന ഒരു അവസ്ഥ. അങ്ങനെ വരുമ്പോൾ ഇഗ്നേറ്റർ നമുക്ക് മാറേണ്ടതായിട്ട് വരും. അപ്പോൾ ഇതിന്റെ പൂപ്പൽ ക്ലീൻ ചെയ്ത് കഴിഞ്ഞപ്പോഴത്തേക്ക് ഇത് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ സെൻ എസ്റ്റിലൂടെ വലിവ് കുറവിനെ കുറിച്ചാണ് നമ്മൾ ഈ വീഡിയോ മനസ്സിലാക്കിയത്. ഓക്കെ, താങ്ക് യു ഫോർ വാച്ചിങ്.